നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായൊരു വിധിയുണ്ടായി. മതപരിവർത്തനം നടത്തിയ മുസ്ലിങ്ങൾക്ക്, അതായത് ഹിന്ദുവായ ഞാൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് മുസ്ലിം വിഭാഗത്തിന് അനുവദനീയമായ ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം BCM എന്നുള്ള സംവരണത്തിന് അർഹതയുണ്ടാകില്ല. ഈ വിധിയുടെ ഒരു പ്രസക്തി രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ കൃത്യമായിട്ട് എന്താണോ വിധി ഉദ്ദേശിക്കുന്നത് അത് തന്നെ. കാരണം മതപരിവർത്തനം ചെയ്താൽ സംവരണം ലഭിക്കുകയില്ല. രണ്ടാമത്തെ പ്രസക്തി, ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ പ്രബോധകർ സ്ഥിരമായി പറയുന്നു, ഇസ്ലാമിൽ ജാതിയില്ല, മതമില്ല, തൊട്ടുകൂടായ്മയില്ല, തീണ്ടായ്മയില്ല, ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരെയും സമന്മാരായി കാണുന്നതാണ് എന്നൊക്കെയുള്ള വാചകങ്ങളും അവകാശവാദങ്ങളും അമ്പേ പൊളിഞ്ഞു വീഴുന്നതാണ് ഈ വിധിയുടെ രണ്ടാമത്തെ പ്രസക്തി. കാരണം കൃത്യമായ നിരീക്ഷണങ്ങൾ ആ വിധിക്കുള്ളിലുണ്ട്. ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിംസ് എന്നുള്ളൊരു വിഭാഗം നിലവിലുണ്ട് ഇസ്ലാമിൽ എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വിധി. പലപ്പോഴായി തത്വമയി ന്യൂസ് തന്നെ പല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് വിദഗ്ധമായ അറിവുള്ളവർ ഈ വിവരങ്ങൾ പങ്കുവച്ചതാണ്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആധികാരിക സ്ഥിരീകരണങ്ങൾ വരുന്നത് വളരെ വിരളമായ കാര്യമാണ്. ഇടയ്ക്കിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴുള്ള ഈ വിധി അതിൻ്റെ ഏറ്റവും ഒരു പുതിയ സ്ഥിരീകരണമാണ്. കോടതിയുടെ നിരീക്ഷണങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ കൃത്യമായി തന്നെ അത് പ്രേക്ഷകരുമായി വായിച്ചു തന്നെ പങ്കിടാം. ഈ ഒരു ജാതി വ്യവസ്ഥ എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ കാലം മുതലാണ് ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ചെലുത്തപ്പെട്ടു തുടങ്ങിയത്. ഹൈന്ദവ വിഭാഗത്തിലും തീർച്ചയായും അത്തരമൊരു വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്തവർ നിരവധി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അത് സത്യം തന്നെയാണ്. പക്ഷേ സനാതനധർമ്മത്തിൽ ജാതി വ്യവസ്ഥയില്ല, വർണ്ണവ്യവസ്ഥയുള്ളൂ. അവനവൻ്റെ കർമ്മം കൊണ്ട് ജാതി നിശ്ചയിക്കപ്പെടുന്നവൻ. അത് മറ്റൊരവസരത്തിലേക്കുള്ള വിശദമായ സംവാദത്തിന് ഉതകുന്നൊരു വിഷയമാണ്. ആ അവസരത്തിൽ അത് വിശദമായി പറയാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇല്ലാത്ത ജാതി ഉണ്ടെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ച്. അടിസ്ഥാനപരമായി ഈ മതപ്രബോധകരുടെ, ഇസ്ലാമിസ്റ്റുകളുടെ കപടപ്രചാരണങ്ങളിൽ ഒന്നുകൂടി തകർന്ന് തരിപ്പണമായി മണ്ണടിയുകയാണ് എന്ന് വേണം ഈ മദ്രാസ് ഹൈക്കോടതിയെ കാണാൻ. ഇനി ആ വിധിയിലേക്കൊന്ന് വരാം. അപ്പോൾ ഈ വിധിയിലേക്ക് വന്നാൽ അതിൽ ആദ്യത്തെ ഭാഗം, ഈ ഹിന്ദുക്കളുടെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ, അതായത് ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്നുള്ളവർ, ആദി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, MBC മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്, പട്ടികജാതി, പട്ടികവർഗങ്ങളിൽ നിന്നുള്ളവർ, പട്ടികജാതി മാത്രമേ ഉള്ളൂ, പട്ടികവർഗങ്ങളില്ല, SC, ഈ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ, അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്താൽ അവർക്ക് സംവരണത്തിന് അവകാശമുണ്ടാകുമെന്നുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ 2024 ഒരു വിവാദ ഉത്തരവുണ്ടായിരുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആദ്യമേ തന്നെ മദ്രാസ് ഹൈക്കോടതി ഒരു സംശയത്തിനിടമില്ലാത്ത രീതിയിൽ പറഞ്ഞു വെച്ചു. ഈ വിധിയിൽ ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് PB ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ചരിത്രപരമായി ഈ വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ ആ വിധിയിൽ അവർ നടത്തിയിരിക്കുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അത് വളരെ പ്രസക്തമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മതപരിവർത്തനം നടത്തുന്ന ഒരാൾ ഇസ്ലാം മതവിശ്വാസി മാത്രമാണ്, അതായത് ഒരു ജസ്റ്റ് എ മുസൽമാൻ എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനുമപ്പുറം ഇസ്ലാമിലെ പ്രത്യേക ജനവിഭാഗങ്ങളായ ലബ്ബെ, റാവുത്തർ, മരക്കാർ തുടങ്ങിയ ജാതി സ്വഭാവമുള്ള പദവികൾ അവർക്ക് ലഭിക്കില്ല. ഈ വിഭാഗങ്ങളെല്ലാം ജനനം കൊണ്ട് മാത്രം നിർണയിക്കപ്പെടുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലബ്ബെ, മരക്കാർ, റാവുത്തർ തുടങ്ങിയ നിരവധി ജാതികൾ ഇസ്ലാമിൽ നിലനിൽക്കുന്നുണ്ട്. ആ ജാതികളെല്ലാം ജനനം കൊണ്ട് മാത്രം നിർണയിക്കപ്പെടുന്നതാണ്. സനാതനധർമ്മത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കർമ്മം കൊണ്ട് വർണ്ണം നിർണയിക്കപ്പെടും. ജാതി എന്നുള്ള വ്യവസ്ഥ ഭാരതത്തെ സംബന്ധിച്ച് വൈദേശികമായൊരു അധിനിവേശത്തിൻ്റെ ഫലമായി ഉണ്ടായതൊന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ചരിത്രകാരന്മാരത് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് തിരികെ വന്നാൽ, എന്തിനെ പ്രതിയാണ് ഈ വിധി ഉണ്ടായതെന്ന് പറയേണ്ടതുണ്ട്. കാരണം ഒരു തൂത്തുക്കുടി സ്വദേശിയായ സമീർ അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ മുൻ നാമം പരമശിവം എന്നായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു, മതം മാറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യം മുസ്ലിങ്ങളിലെ ലബ്ബെ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗമായ ലബ്ബെ എന്നത് വിഭാഗത്തിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളും സംവരണങ്ങളും ലഭ്യമാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആ ഹർജിയുടെ മേലാണ് മദ്രാസ് ഹൈക്കോടതി ഈ ഡിവിഷൻ ബെഞ്ച് ഈ വിധി പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, പരമശിവത്തിന് ആനുകൂല്യങ്ങൾ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്,
സ്റ്റാലിൻ സർക്കാർ, മുൻ സ്റ്റാലിൻ സർക്കാർ 2024 ഇറക്കിയ ഒരു ഉത്തരവുണ്ടല്ലോ, എത്രത്തോളം ഗുരുതരമായൊരു ഉത്തരവാണെന്നുള്ളത് കൃത്യമായി ഓർക്കണം. സ്റ്റാലിൻ മാത്രമല്ല, മറ്റു പലർക്കും ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സിദ്ധരാമയ്യൊക്കെ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. മുസ്ലിം പ്രത്യേക സംവരണം കൊണ്ടുവന്നു ആദ്യം, അതിനെ എതിർത്തു. അതിനുള്ള കോടതിയിൽ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി കോൺഗ്രസ് സഖ്യകക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഇവരെല്ലാം പല രീതിയിൽ ഹൈന്ദവ ധർമ്മത്തിനെതിരെ, സനാതനധർമ്മത്തിനെതിരെ, ഹിന്ദു മതത്തിനെതിരെ ഇത്തരത്തിലുള്ള ഉത്തരവുകളിലൂടെ പല കള്ളക്കളികളും കളിക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ ആദ്യം തിരിച്ചറിയുക. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ. ഒരു ബാക്ക്വേർഡ് കാസ്റ്റ്, പിന്നോക്ക വിഭാഗം, അതിപിന്നോക്ക വിഭാഗം, ഷെഡ്യൂൾ കാസ്റ്റ്, ഈ 3 വിഭാഗങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മാറുന്നവർക്ക്, മതപരിവർത്തനം ചെയ്യുന്നവർക്ക് സംവരണാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ള ഒരു ഉത്തരവിറക്കിയാൽ ഈ മതപരിവർത്തനം കൂടുതൽ എളുപ്പമാകും. അതിനുള്ളൊരു സഹായഹസ്തമായിട്ടാണ് സർക്കാരുകൾ ഇത് ചെയ്യുന്നത്. അതിനെയാണ് തീർത്തും ഭരണഘടനാ വിരുദ്ധം എന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് വളരെ വ്യക്തമായൊരു നിരീക്ഷണം എന്ന രൂപത്തിൽ ഒരു പരിഹാസവുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇസ്ലാം എന്നുള്ളത് ജാതിമത ഭേദമില്ലാത്ത ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജാതി പറഞ്ഞുള്ള തരംതിരിവ് കൃത്യമായിട്ട് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ആ വിധി, അതിലെ നിരീക്ഷണം ഞാൻ കൃത്യമായി ഒന്ന് വായിക്കാം. അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു പരിഹാസം പ്രേക്ഷകർ കണ്ടെത്തുക, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇസ്ലാം മതം സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അവിടെ ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഉള്ള വേർതിരിവുകളില്ലെന്നും ഖുറാനെയും പ്രവാചക വചനങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചു. മതപരിവർത്തനത്തിനായി ഇസ്ലാം പൂർണ്ണമായി സാമൂഹിക സമത്വം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പ്രചരിപ്പിക്കുകയും പിന്നീട് സംവരണത്തിനായി ഇസ്ലാമിലും ശ്രേണികളുണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണെന്ന് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. മുൻപ് 1951 ഇതേ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ചതും സുപ്രീം കോടതി അംഗീകരിച്ചതുമായ വിധി മറികടക്കാൻ സർക്കാരിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിന് കഴിയില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇതിൽ കൃത്യമായിട്ട് ഒരു കോടതിയുടേതായിട്ടുള്ള ചില പരിമിതികളുണ്ട്, ചില നിയമഭാഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അടിസ്ഥാനപരമായിട്ട് കോടതി ചോദിച്ചത്, നീയൊക്കെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നിൻ്റെയൊക്കെ പ്രവാചകൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ മുഴുവൻ സമത്വമാണ്, അടിമുടി സമത്വമാണ്, ജാതിമത ഭേദമില്ല, വ്യത്യാസമില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. അതിനുശേഷം ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഇരട്ടത്താപ്പാണ്. അതായത് മൊത്തം ഉടായിപ്പാണ് ഈ മതപ്രബോധനം എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ചുരുക്കി ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, ഈ ഉടായിപ്പും കൊണ്ട് മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത്, ഈ ഉത്തരവിന് യാതൊരു പ്രസക്തിയുമില്ല. ഇനി അടിസ്ഥാനപരമായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മതപരിവർത്തകരെയാണ്. കാരണം ഒരു കാര്യം കൂടി ചെയ്താൽ തമിഴ്നാട്ടിലെ കാര്യം ഏതാണ്ട് തീരുമാനമാകും. ഇതേ വിധി ക്രിസ്ത്യൻ പാൽപ്പൊടി ടീമിനും അരിപ്പൊടി ടീമിനും ബാധകമാണ് എന്നുള്ള കാര്യം കൂടി അങ്ങ് ഒരു വിധിയായി വാങ്ങിച്ചെടുത്താൽ, വിധിയായി പലയിടത്തും വാങ്ങിച്ചെടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് ക്രോഡീകരിച്ച് ഹൈക്കോടതി വഴിയോ സുപ്രീം കോടതി വഴിയോ അവസാന വിധി, അന്തിമ വിധിയായി വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഭരണഘടനയിൽ ഭേദഗതിയോ അല്ലെങ്കിൽ നിയമ ഭേദഗതിയോ കൊണ്ടുവന്നാൽ തീരുമാനമാകും. തമിഴ്നാട് എത്രയും പെട്ടെന്ന് തമിഴ്നാടിൻ്റെ മഹത്തായ പഴയ സംസ്കൃതിയിലേക്ക് തിരികെ പോകുന്ന കാഴ്ച നമുക്ക് തന്നെ നമ്മുടെ ജീവിതകാലത്ത് കാണുവാൻ സാധിക്കും. എന്തായാലും മദ്രാസ് ഹൈക്കോടതിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വിഷയം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഒരു കുടുംബാംഗമായി നിങ്ങളും ഉണ്ടാകുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.